ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പട്ടുപാവാടയെക്കുറിച്ചുള്ള കുറേ ഐഡിയാസാണ് കേട്ടോ. പട്ടുപാവാട നല്ല ഭംഗിയായിട്ടിരിക്കാനും എത്ര മീറ്റർ തുണി എടുക്കണം എന്നറിയാനും അരവണ്ണം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാനും പിന്നെ നമ്മൾ പ്ലീറ്റ്സ് പിടിക്കുമ്പോൾ എങ്ങനെ പ്ലീറ്റ്സ് പിടിക്കണമെന്നും അതുപോലെ തന്നെ നമ്മുടെ പ്ലീറ്റ്സൊക്കെ പാവാട നാശായാലും പ്ലീറ്റ്സൊക്കെ അതുപോലെ തന്നെ കിടക്കേണ്ടത് എങ്ങനെ അത് കുറേ കാലം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിർത്താമെന്നും അതുപോലെ തന്നെ നമ്മൾക്ക് അയൺ ചെയ്യേണ്ടതിൻ്റെ എങ്ങനെ ഐഡിയ എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വളരെ കുറച്ച് സമയമുള്ള വീഡിയോ മാത്രമല്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സൊക്കെ പിടിക്കുമ്പോൾ ഒരേ അളവിൽ പ്ലീറ്റ്സ് പിടിക്കുമ്പോഴാണ് പാവാടയ്ക്ക് നല്ല ഭംഗി ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ ഇത് അയൺ ചെയ്തെടുക്കേണ്ട ഐഡിയ നമ്മൾ പറയാം. അയൺ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും ജോയിൻ ചെയ്യണേക്കാട്ടിലും മുന്നും അതുപോലെ തന്നെ മുകളിൽ പട്ട വയ്ക്കുന്നതിന് മുന്നുമായിട്ട് നമ്മളിത് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ പ്ലീറ്റ്സ് നല്ല രീതിയിൽ കിടക്കുകയും ചെയ്യും. നമുക്ക് തയ്ച്ച ശേഷം അയൺ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. കാരണം ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും പ്ലീറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് നിവർത്തിയിടുമ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് പ്ലീറ്റ്സുകൾ വ്യത്യാസം വരും. അത് വരാതെ പ്ലീറ്റ്സ് നല്ല രീതിയിൽ കിടക്കാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ അയൺ ചെയ്യുക. രണ്ട് സൈഡും ജോയിൻ ചെയ്യണേക്കാട്ടിലും മുന്നും മുകളിലൊരു പട്ട വയ്ക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള അരവണ്ണം എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊക്കിളിന് താഴേക്ക് ഒരു 1/2 ഇഞ്ച് താഴേക്ക് നിർത്തിയിട്ട് ബോഡി മെഷർമെൻറ്റിൽ നിന്ന് നമ്മൾ ഒരു വിരൽ വെച്ച്, ഭയങ്കര ടൈറ്റ് ആയിട്ടല്ല, ഒരു വിരൽ വെച്ചിട്ടുള്ള ആ ഒരു ലൂസിൽ പിടിച്ചിട്ട് നമ്മൾ അളവെടുക്കുക. അളവെടുത്ത് 2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുക. ആ അളവ് ടേപ്പിൽ എത്രയാണോ വരുന്നത് അതിൻ്റെ 4 ഇരട്ടി ആണ് നമുക്ക് മെറ്റീരിയൽ എടുക്കേണ്ടത്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പട്ടുപാവാടയുടെ പ്ലീറ്റ്സ് പിടിക്കാനുള്ള മെറ്റീരിയൽ എത്ര എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ 4 ഇരട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡി മെഷർമെൻറ്റ് എടുക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് പ്ലീറ്റ്സ് പിടിക്കുമ്പോൾ ആ എടുത്ത പ്ലീറ്റ്സൊക്കെ എല്ലാ കാലത്തും ഒരേപോലെ നിൽക്കാനുള്ള ഐഡിയ ആണ് ഇനി പറയാൻ പോകുന്നത്. ഇതേപോലെ നമ്മൾ തയ്ക്കുക. ഓരോ പ്ലീറ്റ്സും മേലും ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കുക, ഒന്ന് കെട്ടിട്ട് നിർത്തുക കേട്ടോ. അത് കണ്ടിന്യൂസ്ലി നമ്മൾ പ്ലീറ്റ്സ് എല്ലാം എടുക്കുന്നതോടുകൂടി നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഇതേപോലെ പ്ലീറ്റ്സുകൾക്ക് ഈ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ അത് എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, തയ്ച്ച ശേഷം ചെയ്യണേക്കാട്ടിലും നല്ലത് സൈഡ് ജോയിൻ ചെയ്ത് പട്ട വയ്ക്കണേക്കാട്ടിലും മുമ്പ് ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, ഇത് നമുക്ക് എടുക്കേണ്ട അളവ് വളരെ ചെറിയ കുട്ടികൾക്കൊക്കെ UP ലെവലിന് താഴേക്കാണെങ്കിൽ നിങ്ങൾ ഒരു 1 ഇഞ്ച് വരെ 1.25 ഇഞ്ചൊക്കെ എടുത്താൽ മതി. UP ലെവലിന് മുകളിൽ ഹൈസ്കൂൾ ലെവൽ വരെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 1.5 ഇഞ്ച് തൊട്ട് ഒരു 2 ഇഞ്ച് വരെ എടുക്കുക. അതിന് മുകളിൽ വലിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു 2.5 ഇഞ്ച് വരെ മാക്സിമം കൊടുക്കുക. നല്ല ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ കേട്ടോ 2 ഇഞ്ച് 2.5 ഇഞ്ച് വരെ കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറിയ കുട്ടികൾ തൊട്ട് വലിയവർക്ക് വരെ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞത്. ഇതേപോലെ നമ്മൾ തയ്ക്കുക. ഇപ്പോൾ ഈ തയ്ച്ചത് കാണിച്ചിട്ടുണ്ടല്ലോ, ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പാവാട നാശമായാലും പ്ലീറ്റ്സ് എല്ലാം അതേ ഓർഡറിൽ കിടക്കുകയും ചെയ്യും. ലൈഫ് ലോങ് ഇതേ ഓർഡറിൽ കിടക്കും. നമ്മളിത് ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഓരോ പ്ലീറ്റ്സുമായിട്ട് ജോയിൻ ചെയ്തതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് രണ്ടാമത്തെ പ്ലീറ്റ്സിലേക്ക് കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഓരോ പ്രാവശ്യമായിട്ട് ഇരുന്ന് കട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഫുള്ള് എല്ലാ പ്ലീറ്റ്സും ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ഫ്രണ്ടിൽ നിൽക്കുന്ന നൂല് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. ആ ഒരു പോയിൻറ്റും കൂടി നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ അതുപോലെ മെറ്റീരിയൽ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടമാണ് ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ പാവാടയുടെ നീളമായിട്ട് വരിക കേട്ടോ. അതായത് 2 തേരി വശത്തിൻ്റെ ഉള്ളിലുള്ള ആ തടത്തിനെയാണ് നീളമായിട്ട് വരിക കേട്ടോ.